മാമോദീസ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും നിർണായകമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും വിശ്വാസ വർഷത്തിൽ മാമോദീസ അഭിഷേകം കുറേ കൂടി തീവ്രമാക്കാനുള്ള പരിശ്രമമാണ് ആവശ്യം. മാമോദീസായിലെ വാഗ്ദാനങ്ങൾ ജീവിതത്തിൽ നിറവേറ്റാനുള്ള ആ ഒരു പരിശ്രമമാണ് വിശ്വാസത്തെ ആഴപ്പെടുത്താനും വിശ്വാസത്തെ പ്രഘോഷിക്കാനും ഏറ്റവും അധികം സഹായിക്കുന്നത് എന്നതിൽ സംശയമില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മാമോദീസ സവിശേഷമായ ഒരനുഭവമായിരുന്നു. യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന മഹാസംഭവം, യേശുക്രിസ്തുവിൻ്റെ കർമ്മവേദികൾ വിശാലമാക്കിയ മഹാസംഭവമാണത്. ആ സംഭവത്തിന് നേതൃത്വം നൽകാൻ മാധ്യമമായി തീരാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്നാപക യോഹന്നാൻ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ്. സ്നാപകൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന യേശുക്രിസ്തു നമുക്ക് ധാരാളം സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു പുതിയൊരു അഭിഷേകം പ്രാപിക്കാൻ മനുഷ്യനെ മാധ്യമമാക്കണം എന്നുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. മനുഷ്യരിലൂടെയാണ് സ്വർഗത്തിൻ്റെ അഭിഷേകം നാം സ്വീകരിക്കേണ്ടത് എന്നുള്ള ലളിതമായ പാഠം ദൈവപുത്രൻ പോലും തൻ്റെ തലകുനിച്ചു നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ്. അപ്പോൾ തീർച്ചയായും മറ്റുള്ളവരിലൂടെ നാം അനുഗ്രഹീതരായി തീരണം എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളാനുള്ള ഒരവസരം കൂടിയാണിത്. മറ്റുള്ളവരുടെ ശിരസിന് മുകളിൽ ആശീർവാദത്തിൻ്റെ കരമുയർത്താൻ തക്ക ആ ഒരു മനോഭാവം നമ്മൾ ഓരോരുത്തരിലും ആഴപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടിയല്ല കരമുയർത്തേണ്ടത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും. പ്രത്യേകിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾ മക്കളെ നിരന്തരം അനുഗ്രഹിക്കണം. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്കു ശേഷം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ചില മാതാപിതാക്കളെ എനിക്കറിയാം. ആ കുടുംബത്തിൽ അതിൻ്റെ വ്യത്യാസം കണ്ടെത്താനുണ്ട്. ആ മക്കളിൽ ആ ഒരു വ്യത്യസ്തത തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടെ മക്കളെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ദൈവിക കൃപകൾ സ്വീകരിക്കുന്നതിനുള്ള മാധ്യമമായി മാറണം. ഞാൻ പറയും, കുഞ്ഞുമക്കൾ മാതാപിതാക്കളെയും ഇതുപോലെ ഉള്ളു തുറന്ന് അനുഗ്രഹിക്കണം എന്ന്. ഒരു ഭിക്ഷക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, ഒരു അപരിചിതൻ്റെ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ
ഒരു തത്വശാസ്ത്രവും അവനറിയില്ല, ഒരു ദൈവശാസ്ത്രവും അവനറിയില്ല. എന്നാൽ അവൻ്റെ അനുഗ്രഹവും നമുക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളത് ഒരു പാഠമാണ്. അപ്പോൾ നാം അനുഗ്രഹിക്കാനുള്ളവരാണ്. ഈ ഭൂമിയിൽ മനുഷ്യർ പരസ്പരം അനുഗ്രഹിക്കേണ്ടവരാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും നാമും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള നാനാജാതി മതസ്ഥർക്കും നാം ഇടപഴകുന്നവർക്കും ലഭിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാവും. അതോടൊപ്പം സ്നാപകൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നാം പരിശോധിക്കുമ്പോൾ നാം ഉറപ്പാക്കേണ്ട ഒന്നാണ് നമ്മുടെ നിയോഗശുദ്ധി, നമ്മുടെ ആന്തരികമായ ശുദ്ധി, മറ്റുള്ളവരുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം. ഈ സ്നാപകനാണ് വിളിച്ചു പറഞ്ഞത്, അവൻ വളരണം, ഞാൻ കുറയണം. യേശുക്രിസ്തുവിൻ്റെ വളർച്ചയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ തലയ്ക്കു മുകളിൽ കരമുയർത്താൻ യോഗ്യതയുള്ള വ്യക്തിയാണ് സ്നാപകൻ എന്ന് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി വെറുമയായി തീരാനും അവർക്ക് വേണ്ടി ജീവിതത്തെ മുറിച്ചു നൽകി ശൂന്യവൽക്കരണത്തിന് തയ്യാറാകാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു സായുജ്യമാണ്. സ്നാപകൻ മറ്റൊന്നും നേടിയില്ല. സ്നാപകൻ നേടിയതൊന്നു മാത്രമാണ്, യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തുക. അതോടൊപ്പം സ്വർഗത്തിൻ്റെ സവിശേഷമായ അഭിഷേകം യേശുക്രിസ്തുവിൽ നിറയ്ക്കാൻ വേണ്ടി ഒരു മാധ്യമമായി തീരാൻ അദ്ദേഹം തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ജീവിതത്തിലാകമാനം വിളിച്ചു പറഞ്ഞതും പ്രകടമാക്കിയതും ഈ ഒരു സന്ദേശമാണ്. അവൻ വളരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ വിശ്വാസ വർഷത്തിൽ നാം പുലർത്തേണ്ട ഒരു സമീപനമാണ്, എന്നിലൂടെ യേശുക്രിസ്തു ജീവിക്കാൻ, ഈ മണ്ണിൽ വളരാൻ, ഈ മണ്ണിൽ കർമ്മനിരതനാവാൻ ഇടയായിത്തീരണം. അതോടൊപ്പം മറ്റുള്ളവരിൽ യേശുക്രിസ്തുവിൻ്റെ മുഖം തെളിഞ്ഞു വരാനും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാനും തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ശുശ്രൂഷകളെ വിശുദ്ധീകരിക്കാനും വിശാലമാക്കാനും അഭിഷേകപൂർണ്ണമാക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സ്നാപക യോഹന്നാനും പരിശുദ്ധ അമ്മയും ചേർത്ത് വെച്ച് നാം ധ്യാനിക്കേണ്ട രക്ഷണീയ ചരിത്രത്തിലെ വലിയ കഥാപാത്രങ്ങളാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയെയും സ്നാപക യോഹന്നാനെയും ഓർമ്മിച്ചുകൊണ്ടും അവരുടെ മധ്യസ്ഥത തേടിക്കൊണ്ടുമാണ്. നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും എന്ന് അവിടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ്. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തത് സ്നാപക യോഹന്നാനാണ്. ഈ ലോകത്തിൽ ജന്മം നൽകിയത് പരിശുദ്ധ അമ്മയാണ്. ഈ ലോകത്തിന് നൽകിയത് പരിശുദ്ധ അമ്മയാണ്. എന്നാൽ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തത് സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ അതിന് വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും വില കൊടുക്കേണ്ടവനാണ്, വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് നാം ഉറപ്പാക്കണം. ആ ഒരു ബോധ്യത്തിൽ വേണം നമ്മളുടെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ്
യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തു. യേശുക്രിസ്തു കർമ്മരംഗത്തേക്ക് വന്നു. പിന്നീട് സ്നാപകൻ സംസാരിച്ചിട്ടില്ല. സ്നാപകൻ്റെ ദൗത്യം പൂർത്തിയായി. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും സ്വർഗത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് പകർന്നു കൊടുക്കുക എന്നുള്ളതുമായിരുന്നു സ്നാപകൻ്റെ ദൗത്യമെങ്കിൽ ആ ദൗത്യം സ്നാപകൻ പൂർത്തിയാക്കിയതോടെ സ്നാപകൻ്റെ ജീവിതം സമ്പൂർണ്ണമായി. 30-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായ സ്നാപകൻ്റെ ജീവിതം അകാലത്തിൽ അണഞ്ഞുപോയ ഒന്നല്ല, പരാജയപ്പെട്ട ഒരു ജീവിതമല്ല. സ്വർഗം ഏൽപ്പിച്ച ഉത്തരവാദിത്വം സമ്പൂർണമായി നിറവേറ്റി തൻ്റെ ജീവിതത്തെ ആഘോഷിച്ച സ്നാപകനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്നാപകനിൽ ഈ വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പ്രവാചകന്മാരുടെ നീണ്ട നിര നാം കാണുന്നുണ്ട്. പ്രവാചകൻ്റെ ദൗത്യം എന്താണ്? പ്രവാചകൻ്റെ ദൗത്യം ദൈവത്തിൻ്റെ നാവായി വർത്തിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ലോകത്തിൽ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സ്വന്തം ജീവിതത്തെ വ്യയം ചെയ്യാൻ പ്രവാചകൻ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ പ്രഘോഷണം വാക്കുകളിൽ മാത്രം അവസാനിക്കുന്നതല്ല, മറിച്ച് ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടേണ്ട ഒന്നാണ് എന്ന് പ്രവാചകന്മാർ ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് സത്യപ്രവാചകന്മാരെല്ലാം പീഡനങ്ങൾക്ക് വിധേയരാകാൻ ഇടയായിത്തീർന്നത്. അവർ പ്രഘോഷിച്ചത് ജീവിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവിതം എപ്പോഴും ബലിയർപ്പണമായിരുന്നു എന്നുള്ളതും നമുക്ക് അനുസ്മരിക്കാം. ഈ ഒരു പ്രവാചകത്വത്തിലുള്ള ഭാഗഭാഗിത്വം ഓരോ ക്രൈസ്തവൻ്റെയും മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് എന്ന്, ആ ഒരു ഭാഗഭാഗിത്വം അവർക്ക് ലഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. ആ ദൗത്യമാണ് വിശ്വാസവർഷത്തിൽ പ്രത്യേകമായ രീതിയിൽ നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. യേശുക്രിസ്തു തൻ്റെ പ്രവാചക ധർമ്മം നിറവേറ്റി. ആ പ്രവാചക ധർമ്മം സ്വന്തം ജീവിതത്തിൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് പൂർത്തിയാക്കിയത് എന്ന് നമുക്കറിയാം. ഈ ധർമ്മം നിറവേറ്റാൻ മാനുഷികമായ ശക്തികൾ മതിയാവുകയില്ല എന്ന്, മാനുഷികമായ കഴിവുകൾ മതിയാവില്ല എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലും വളരെ പ്രധാനമാണ്. സ്വർഗത്തിൻ്റെ ശക്തി മാമോദീസായിലൂടെ നാം സ്വീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നത്, പ്രാപിക്കുന്നത് മാമോദീസായിലൂടെയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് മാത്രമേ ക്രൈസ്തവ ദൗത്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കുള്ളൂ. പരിശുദ്ധാത്മാവ് നിർജീവമാകുമ്പോൾ നമ്മളുടെ സാക്ഷ്യജീവിതം നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. സാക്ഷ്യത്തെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, ജ്വലിച്ചു നിൽക്കുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്നുള്ള ഒരന്വേഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. സ്നാപകനിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു.
പരിശുദ്ധാത്മാവ് അവനിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് അവനെ ഏറ്റെടുത്തു, അവനെ ഒരു ജ്വാലയാക്കി മാറ്റി. സ്നാപകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. സവിശേഷമായൊരു അഭിഷേകം സ്നാപകനെ മറ്റെല്ലാ പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി. ആ അഭിഷേകം നിറവേറ്റിയത് പരിശുദ്ധ അമ്മയാണ് എന്നുള്ളതാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവൻ ആരാണ്? സ്നാപകനിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചത് പരിശുദ്ധ അമ്മയാണ്. ദൈവകൃപ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മ എലിസബത്തിലും ആ ഭവനം മുഴുവനിലും പ്രത്യേകമായ രീതിയിൽ യേശുക്രിസ്തുവിന് സാക്ഷിയാകേണ്ട സ്നാപകനിലും പരിശുദ്ധാത്മാവിനെ നിറച്ചു. നാം ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് എന്നുള്ളത് കൊണ്ട് അമ്മയുടെ കാർമ്മികത്വത്തിലുള്ള ഒരു ശുശ്രൂഷ എത്രമാത്രം അനുഗ്രഹപൂർണമാണ് എന്നുള്ളതിന് തെളിവാണ് സ്നാപകൻ്റെ ജീവിതം. പരിശുദ്ധ അമ്മയാണ് സ്നാപകനിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ മാധ്യമമായി മാറിയത്. എന്നാൽ നാം ഓർമ്മിക്കണം, ഈ സ്നാപകനാണ് യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചത്. യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാനുള്ള മാധ്യമമായി മാറിയത് എന്നുള്ളതും തീർച്ചയായും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവിനെ നൽകാൻ നാം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണം. മാമോദീസായിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് വചനം ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് വെളിപാടുകൾ സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ്, ആ ഒരു വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്താൻ സഹായിക്കുന്നതും അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നതും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ സാക്ഷികളാക്കുന്നത്. അതെ, ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ അഭിഷേകത്തിന് വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിരന്തര മാനസാന്തരം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും നിരന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു നിറവിനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ഒന്ന് നാം ഓർമ്മിക്കണം, മനുഷ്യൻ്റെ പ്രവർത്തനമല്ല, മനുഷ്യൻ്റെ വ്യാപാരമല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ എന്ന് വരുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനാൽ നാം നിറയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ അഭിഷേകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും പുലർച്ചയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും സന്ധ്യയിൽ, രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതോടൊപ്പം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവ് നിറയാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കും. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ നാം പ്രാർത്ഥിച്ചു എന്ന് വരാം. രോഗം മാറാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചു എന്ന് വരാം. വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു എന്ന് വരാം. പാവബോധം കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചു എന്ന് വരാം. എന്നാൽ
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നൽകപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ആഴപ്പെടാനും വിശ്വാസം ഫലപൂർണ്ണമായി തീരാനും വിശ്വാസ ജീവിതം സജീവമായി ആയിത്തീരാനും സാക്ഷ്യപൂർണ്ണമായി തീരാനും നമ്മളുടെ അഭിഷേകം നമുക്ക് നിരന്തരം നവീകരിക്കാൻ ശ്രമിക്കാം. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആദ്യ അഭിഷേകത്തെ നവീകരിക്കാൻ, മാമോദീസായിലെ വാഗ്ദാനങ്ങളെ നവീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് തേടാം. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ആഴമായ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ സാക്ഷികളാക്കി തീർക്കുന്ന സ്വർഗത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ.